എല്ലാ കൂട്ടുകാർക്കും ഫിലിമി സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാരെ, നമുക്ക് പോയാലോ കഥകളുടെ മായാലോകത്തിലേക്ക്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കെന്നി ഒരു മരം വെട്ടുന്നതാണ് കാണിക്കുന്നത്. അവൻ്റെ ഷർട്ട് മുഴുവൻ ചോര പുരണ്ടിരിക്കുന്നു. മുഖത്ത് മുഴുവൻ ദേഷ്യവും സങ്കടവുമാണ്. എന്തായിരിക്കും അവന് സംഭവിച്ചത്? നമുക്ക് പോയാലോ കഥകളുടെ മായാലോകത്തിലേക്ക്. ഇവിടെ നമ്മുടെ വാൻ കാണിക്കുകയാണ്. അവിടെ കുട്ടിയേതൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അപസ്മാരം പോലെ അവൻ കാണിക്കുന്നുണ്ട്. ജിം അവനെ വിളിക്കുന്നു, പക്ഷെ അവൻ കണ്ണു തുറക്കുന്നില്ല. ഈ ഒരു സമയം പുറത്തു നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്. നിങ്ങൾ അകത്തിരിക്കുന്നവരൊക്കെ ഓക്കെ അല്ലേ? ഇത് കേട്ടിട്ട് നേരത്തെ പോയവരൊക്കെ തിരിച്ചു വന്നതായിരിക്കുമെന്ന് ജിമ്മ കരുതുന്നു. അവൻ അവരെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറ്റാൻ പറയുകയാണ്. ഈ ഒരു സമയത്ത് ഷെരീഫ് അവർ മനുഷ്യരല്ല, അത് തുറക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കാതെ ജിം ആ ഒരു ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഷെരീഫ് ബലം പ്രയോഗിച്ച് ജിമ്മിനെ തടയുന്നു. കോളനി ഹൗസിലേക്ക് കെന്നിയും കൂട്ടുകാരും ഓടി വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് മണിയടിച്ച് ഒരു പെൺകുട്ടി അതെല്ലാവരെയും അറിയിക്കുന്നു. ഫാത്തിമയെ ഇത് കാണുന്നുണ്ട്. ഡോറിൻ്റെ മുൻപിൽ തോക്കൊക്കെ പിടിച്ചു നിൽക്കുന്ന ആളോട് ഡോറ് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ അതിനെ കൂട്ടാക്കുന്നില്ല. ഈ ഒരു സമയം ഡോൺ അവിടേക്ക് വന്നിട്ട് അയാളോടത് തുറക്കാൻ പറയുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് രാത്രിയായാൽ ഒരു കാരണവശാലും ജനലും വാതിലും തുറക്കരുതെന്ന് എന്നവൻ ചോദിക്കുമ്പോൾ, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇപ്പം നീ അത് തുറന്നില്ലെങ്കിൽ അവരൊക്കെ മരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുമെന്ന് ഡോണ പറയുന്നു. ഈ ഒരു സമയം പുറത്ത് ആ രാക്ഷസ മനുഷ്യരെത്തിക്കഴിഞ്ഞിരുന്നു. അതിലൊരാൾ, ജൂലി നിനക്കെന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജൂലി അവരുടെ അടുത്തേക്ക് നടന്നു പോകാൻ തുടങ്ങുന്നുണ്ട്. കെന്നി അയാളെ വെടിയെതിർത്ത് ജൂലിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ വീടിനുള്ളിലേക്ക് കയറുകയാണ്. അവരകത്ത് കയറിയതിന് ശേഷം ജൂലിയുടെയും തൗഹിദയുടെയും കൈകളെ ബന്ധിക്കാനായിട്ട് ഡോണ പറയുന്നുണ്ട്. ഏലിയാസ് ആ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതെവിടുത്തെ റൂളാണ്, ഇവരെ നമുക്കറിയില്ല, ബാക്കിയുള്ളവരെ കൂടി സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്, അതിനാൽ ഇങ്ങനെ ചെയ്യാതെ നിവൃത്തിയില്ലെന്ന് ഡോണ പറയുന്നു. വീണ്ടും വാൻ കാണിക്കുന്നു. അവർ പോയിട്ടുണ്ടാകുമെന്ന് ക്രിസ്റ്റി ഷെരീഫിനോട് ചോദിക്കുമ്പോൾ ഉറപ്പില്ല എന്ന് ഷെരീഫ് മറുപടി പറയാണ്. പിന്നീട് ജിം ചോദിക്കുകയാണ്, അവർ മനുഷ്യരല്ലെന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ അവർ ആരാണ്? ഞങ്ങൾക്കും അതറിയില്ല. ഈ ഒരു ടാലിസ്മാൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇതുപോലെ ഡോറിന് മുൻപിൽ തൂക്കിയിട്ടിട്ട് വാതിലും ജനലുമൊക്കെ ഭദ്രമായി അടച്ചിരുന്നാൽ അവരകത്തേക്ക് വരില്ലെന്ന് മാത്രമേ ഞങ്ങൾക്കറിയൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും അറിയില്ല. ഈ ഒരു വാഹനത്തിൽ ഇത് വർക്കാകുമെന്നത് ആദ്യമായാണ് പരീക്ഷിക്കുന്നത്. പിന്നീട് ജെയ്ഡിനെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരു ബെഡിൽ കിടത്തിയിട്ട് കൈകളെ ബെഡിനോട് ചേർത്ത് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഏലിയാസ്. ഒരു സമയത്ത് ഒരു പെൺകുട്ടി മുറിയിലേക്ക് കടന്നു വരുന്നു. ജെയ്ഡിൻ്റെ കയ്യിലുള്ള വാച്ച് മനോഹരമായിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളത് എടുക്കാൻ പോകുമ്പോൾ, നീ അത് എടുക്കരുതെന്ന് ഏലിയാസ് പറയുന്നുണ്ട്. അതിനുശേഷം അവനെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഏലിയാസ് മുറിക്ക് പുറത്തേക്ക് പോവുകയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഷെരീഫ് പറയാണ്. ആ ഒരു സമയം ജിമ്മ പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ലല്ലോ. വിദ്യയോട് സംസാരിക്കുകയാണ് ഡോണ. ഇവിടെയുള്ള ആർക്കും നിങ്ങളെ ഉപദ്രവിക്കണമെന്നില്ലെന്ന് ഡോണ പറയുമ്പോൾ ജൂലി കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് തബീത്ത. നേരം പുലരട്ടെ എന്ന് ഡോണ പറഞ്ഞിട്ട് അവളോട് ഡോണ ചോദിക്കുകയാണ്, നിനക്ക് മോൺസ്റ്ററിൽ വിശ്വാസമുണ്ടോ? ഈ ഒരു സമയത്ത് ജൂലിയെ കാണിക്കുന്നുണ്ട്. അവളെ കൈയൊക്കെ ബന്ധിച്ച് ഒരു ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. അവിടേക്ക് വിക്ടർ വരികയാണ്. അവൻ ഇഷ്ടമുള്ള പീച്ചസ് എടുക്കാനാണ് താഴേക്ക് വന്നത്. അവൻ ജൂലിയോട് സൗഹൃദത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് പേടിയാവുകയാണ്. ആ ഒരു സമയത്ത് ഫാത്തിമ വന്നിട്ട് ആ പാവം പിടിച്ച കുട്ടിയെ പേടിപ്പിക്കരുതെന്ന് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് പോവാണ്. ഫാത്തിമ ജൂലിയോട് സൗഹൃദത്തിലാവാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും നിങ്ങളെ ദ്രോഹിക്കണമെന്നില്ലെന്ന് ഫാത്തിമ പറയുമ്പോൾ, പിന്നെ എന്തിനാണ് തോക്കൊക്കെ ചൂണ്ടി നിന്നതെന്ന് ജൂലി ചോദിക്കുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്, പക്ഷേ നീ അവിടുത്തെ മോശം കാര്യങ്ങൾ നോക്കാതെ നല്ല കാര്യങ്ങൾ കാണാൻ ശ്രമിക്കണമെന്ന് ഫാത്തിമ പറയുന്നു. ഫാത്തിമ ജൂലിയെ ഏലിയാസ് ചിത്രം വരയ്ക്കുന്ന ആ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ഏലിയാസ് നല്ലൊരു ചിത്രകാരനാണെന്നും നിന്റെ ചിത്രം വരയ്ക്കാൻ അവന് ഏറെ താല്പര്യമുണ്ടാകുമെന്നും പറയുന്നു. അതിനുശേഷം ജനലിൻ്റെ വാതിൽ കാണിച്ചിട്ട് ഇത് രാത്രിയിലൊക്കെ എപ്പോഴും അടച്ചു വെക്കണമെന്നും ഇതിലൂടെ അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ കയറി നമ്മുടെ ചിന്തകളെ അവർക്ക് നിയന്ത്രിക്കാനാകുമെന്നും ഫാത്തിമ പറയുന്നുണ്ട്. ജൂലി ആരാണവരെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് നീ അവരെ കണ്ടു കാണുമല്ലോ എന്ന് അവൾ മറുപടി പറയുന്നു.
ഫാത്തിമ ആ ഒരു ജനലിൻ്റെ കർട്ടൻ മാറ്റി താഴേക്ക് നോക്കാതെ ദൂരേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ജൂലിക്ക് ആ ഒരു വ്യൂ കാണിച്ചു കൊടുക്കുവാണ്. പുറത്ത് ഭയങ്കരമായ മനുഷ്യരുണ്ടെങ്കിലും ആ ഒരു കാഴ്ച സുന്ദരമായിരുന്നു. മനോഹരമായ ചന്ദ്രൻ്റെ പ്രഭയിൽ തിളങ്ങിയ ആകാശവും മരങ്ങളും ഒരു സ്വപ്നം പോലെ മനോഹരമായിരുന്നു അത്. ജൂലി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കിത് കാട്ടിത്തരുന്നതെന്ന്. ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമാണെങ്കിലും അത് ഉയരങ്ങളിൽ നിന്ന് കാണുമ്പോൾ മനോഹരമായിരിക്കുമെന്ന് ഫാത്തിമ പറയുന്നു. ഇവിടെ വാനിൽ വീണ്ടും ശബ്ദം കേൾക്കുകയാണ്. ആ ഒരു ടൈമിൽ ക്രിസ്ത്യൻ പരിഭ്രമിക്കുകയാണ്. ആ ഒരു ടാലിസ്മാൻ സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ടെൻഷൻ ആവുന്നുണ്ട്. ബോയ്ഡ് അവളോട് കാമാകാൻ പറയുവാണ്. ഇത് ആ മനുഷ്യരുടെ ട്രിക്കാണ്, ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കരുത്, ഏതിനെ രക്ഷിക്കുന്ന കാര്യം മാത്രം ആലോചിക്കൂ എന്ന് ഷെരീഫ് അവളോട് പറയാണ്. ഇവിടെ വീണ്ടും കോളനി ഹൗസ് കാണിക്കുന്നു. കെന്നി വളരെ ദേഷ്യത്തിലാണ്. അതായത് ഇവർ വന്ന ടൈമിൽ ജൂലിയയും തബീത്തയും കൈ കെട്ടി വെച്ചല്ലോ, എങ്കിൽ ഞങ്ങളുടെ കൈ കൂടി കെട്ടാമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോണയുടെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ഏലിയാസ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫാദർ കത്രി ഇടപെട്ട് അവനെ ശാന്തനാക്കുന്നുണ്ട്. എന്നിട്ട് ഏലിയാസിനോട് ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതിൽ ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നു. ഈ ഒരു സമയം ഏലിയാസ് ഒരു കുപ്പി മദ്യം അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്കിത് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അവിടെ ജീനയും കെന്നിയുടെ അച്ഛനും ചെസ്സ് കളിക്കുവാണ്. കെന്നിയുടെ അച്ഛനോട് ജീന പറയുന്നുണ്ട്, നിങ്ങൾ വളരെ മനോഹരമായി ചെസ്സ് കളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കെന്നിയുടെ അച്ഛൻ പറയാണ്, ഞാൻ അമേരിക്കയിൽ വന്ന സമയത്ത് എനിക്ക് ചെസ്സ് കളിക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ, ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും അറിയുമായിരുന്നില്ല. അപ്പോൾ ജീന പറയുന്നുണ്ട്, നിങ്ങൾ കെന്നിയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചല്ലോ. അപ്പോൾ കെന്നിയുടെ അച്ഛൻ പറയാണ്, അത് കെന്നിയല്ല, ഫുഹനാണ്. അവന് അമേരിക്കക്കാരനായി മാറണമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് സ്വീകരിച്ചത്. പിന്നീട് പെട്ടെന്ന് കെന്നിയുടെ അച്ഛൻ കെന്നിയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ജീന അയാളെ കൂട്ടി മുറിയിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് മരിച്ചു കിടക്കുന്ന ടോബിയെ കാണിക്കുകയാണ്. ആ ഒരു റൂമിൽ തന്നെ സാറ ഇരിപ്പുണ്ട്. അവൾ ആരോടും സംസാരിക്കുവാണ്. പക്ഷെ മുറിയിൽ ആരെയും കാണുന്നില്ല. എനിക്ക് ഇനിയും അത് ചെയ്യാൻ വയ്യ എന്നവൾ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ ടോബിയുടെ കഴുത്തിൽ കുത്തിയിരുന്ന ആ ഒരു കത്തി വലിച്ചൂരിയെടുക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലേഡ് ഡ്രോയറിൽ നിന്ന് എടുത്ത് ടോബിയെ വീണ്ടും മുറിവേൽപ്പിക്കാനായിട്ട് അവൾ പോകുന്നുണ്ട്. ഇവിടെ കെന്നി ക്രിസ്റ്റിയെക്കുറിച്ച് ഫാദറിനോട് സംസാരിക്കുകയാണ്. അവൾ വളരെ നന്നായിട്ടാണ് എൻ്റെ അച്ഛനെ നോക്കിയിരുന്നത്. അവൻ വളരെ വിഷമിക്കുകയാണ്. കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി അവനുണ്ട്. ഫാദർ പറയുന്നു, നേരം പുലരുമ്പോൾ നമുക്ക് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പോകാം. ഇല്ല, ഞാൻ വരില്ല. മേഘനും അമ്മയും മരിച്ചതിൽ പിന്നെ മൃതദേഹങ്ങൾ കാണാൻ എനിക്ക് ഭയമായിരിക്കുന്നുവെന്ന് അവൻ പറയുമ്പോൾ ഫാദറും ഒന്നും പറയാനാവാതെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഡോണ അവളുടെ ആ ഒരു കഥ പറയുകയാണ്. അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന്. ഡോണയും അവളുടെ ചേച്ചിയും കൂടി കാട്ടിലേക്ക് വേട്ടയാടാൻ പോയതാണ്. ആ ഒരു സമയത്താണ് റോഡിൽ ഒരു വലിയ മരം മറിഞ്ഞു കിടക്കുന്നത് കാണുന്നത്. നിങ്ങളും അത് കണ്ടു കാണുമല്ലോ അല്ലേ? ഇവിടെ വന്ന് എല്ലാവരും ഇത് കാണുന്നുണ്ട്. കൂടെ ആ നശിച്ച കാക്കയുടെ കരച്ചിലും. ഞങ്ങൾ വരുന്ന സമയം സൂര്യൻ അസ്തമിച്ചിരുന്നു. തിരികെ പോയി ഹോട്ടലിൽ തങ്ങിയിട്ട് നാളെ പുലർച്ചെ തിരികെ വരാമെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്. പക്ഷേ അവൾ കുറച്ച് തൻ്റേടിയായിരുന്നു. പറയുന്നതൊന്നും കേൾക്കാൻ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ആ ഒരു സമയം വഴിവക്കിൽ ഞങ്ങൾ ആ മനുഷ്യരെ കണ്ടു. ഞങ്ങൾ വാഹനം നിർത്തിയില്ല. പിന്നീട് അവരിൽ ഒരാൾ റോഡിൻ്റെ നടുക്ക് കയറി നിന്നു. എൻ്റെ ചേച്ചി അവനോട് മാറാൻ പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അവൾ അവൻ്റെ ദേഹത്തു കൂടി വാഹനം കയറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൾ കയ്യിലുള്ള തോക്കുമെടുത്ത് പുറത്തിറങ്ങി. അതിനുശേഷം ഞാൻ കാണുന്നത് അവളുടെ മുഖം ഒരു തരി മാംസം പോലും വെക്കാതെ അവർ വികൃതമാക്കുന്നതാണ്. ഞങ്ങൾ മാനിൻ്റെ തൊലി എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ അവളുടെ തൊലിയും അവർ വലിച്ചെടുക്കുന്നത് ഞാൻ കണ്ടു. ഞാനവിടെ നിശ്ചലമായിരുന്നു. ആ ഒരു സമയം വേറൊരാൾ എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. ആ ഒരു സമയമാണ് എൻ്റെ ബോധം തിരിച്ചു കിട്ടിയത്.
ഞാൻ ഇറങ്ങി ഓടി. കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിച്ചു. അങ്ങനെയാണ് ഇവിടെ ഉള്ളവരെല്ലാം സർവൈവ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഒളിച്ചിരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കരച്ചിൽ എനിക്ക് കേൾക്കാമായിരുന്നു. ഇഞ്ചിഞ്ചായിട്ടാണ് അവർ അവളെ കൊന്നത്. അവർക്ക് വേട്ടയാടാൻ ഇഷ്ടമാണ്. കിട്ടുന്ന ഇരയെ പീഡിപ്പിച്ച് ക്രൂരമായി കൊല്ലുന്നതിൽ അവർ രസം കണ്ടെത്തുന്നു. ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് 3 വർഷവും 6 മാസവും 17 ദിവസവുമായി. പക്ഷെ ഇപ്പോഴും എനിക്കെൻ്റെ ചേച്ചിയുടെ കരച്ചിൽ എൻ്റെ ചെവിയിൽ കേൾക്കാൻ പറ്റും. ഇവിടെ വാനിൽ ജിമ്മ ക്രിസ്റ്റിയോട് സംസാരിക്കുകയാണ്. ഞാനൊരു 3rd ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നുവെന്ന് ക്രിസ്റ്റി പറയുന്നുണ്ട്. ഞാനൊരു എൻജിനീയർ ആണെന്നും വാട്ടർ തീം പാർക്കിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളാണെന്നും ജിമ്മ പറയുമ്പോൾ ക്രിസ്റ്റി ചിരിക്കുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോഴും വർത്തമാനകാലത്തിൽ സംസാരിക്കുകയാണെന്നും നിങ്ങളുടെ ആ ഒരു ജോലി കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലെന്ന് ക്രിസ്റ്റി പറയുകയാണ്. ആ ഒരു ടൈമിൽ ഏതൻ കണ്ണു തുറക്കുവാണ്. അതിനുശേഷം അവൻ തനിക്ക് വേദനിക്കുന്നുണ്ടെന്നും താൻ ഒരു സ്വപ്നം കണ്ടുവെന്നും പറയുന്നു. ആ സ്വപ്നത്തിൽ അവൻ കണ്ണീരിൻ്റെ ഒരു തടാകം കണ്ടു. അതുപോലെ തന്നെ അവൻ വരയ്ക്കാറുള്ളതുപോലെ ഒരുപാട് ചിത്രങ്ങൾ, ക്രയോൺസ് കൊണ്ടുള്ള ചിത്രങ്ങൾ. ആ ചിത്രത്തിൽ അച്ഛനും അമ്മയും ജൂലിയും ഉണ്ടായിരുന്നു. ആ സമയം നമ്മുടെ വിക്ടർ ചിത്രം വരയ്ക്കുന്നത് കാണിക്കുവാണ്. കുട്ടികൾ വരയ്ക്കുന്ന ചിത്രം പോലെ ക്രയോൺസ് കൊണ്ട് അവൻ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ വരയ്ക്കുന്ന ചിത്രം ഇവരുടെ ആ ഒരു കാർ ആക്സിഡൻറ്റിൻ്റെ ചിത്രമായിരുന്നു. കെന്നി ഫാദർ കത്രിയോട് അച്ഛനെക്കുറിച്ച് സംസാരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു എൻ്റെ അച്ഛന് മറവി രോഗമാണെന്ന്, അച്ഛനെ മുറിയിൽ പൂട്ടിയിടണമെന്ന്. പക്ഷെ ഞങ്ങളത് ചെയ്തില്ല. ഒരു ദിവസം അച്ഛൻ വീട്ടിൽ നിന്നിറങ്ങി ബസ് കയറി പട്ടണത്തിലേക്ക് പോയി. എൻ്റെ അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അച്ഛന് മറവി രോഗമല്ലേ. അതിനുശേഷം അച്ഛനെ കണ്ടുകിട്ടി. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് കരുതി. എന്നാൽ ആ മരം കണ്ടു. ഇത് പറഞ്ഞപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയിരുന്നു. പിന്നീട് സാറ കുളിക്കുന്നത് കാണിക്കുന്നു. അവളുടെ ശരീരത്ത് രക്തത്തുള്ളികളുണ്ട്. ഈ സമയത്ത് നദാൻ വന്ന് അവളെ വിളിക്കുന്നു. നീ വന്നത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങിപ്പോയിരുന്നു, നമുക്ക് ഡിന്നർ കഴിച്ചാലോ എന്നവൻ പറയുമ്പോൾ സാറ വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല, നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ. നദാൻ സാറയുടെ രക്തം കലർന്ന ആ തുണികൾ കാണുന്നുണ്ട്. ജീനയും കെനിയുടെ അച്ഛനെയും കാണിക്കുന്നു. താൻ ആ ആക്സിഡൻറ്റ് പറ്റിയ കുട്ടിയെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ജീന മുകളിലേക്ക് പോകുന്നു. ആ ഒരു സമയം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ടോബിയെ ജീന കാണുവാണ്. അവള് ഭയന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ആ രാക്ഷസ മനുഷ്യർ തുറന്നിട്ട വാതിലിലൂടെ അകത്തേക്ക് വരുന്നത് അവൾ കാണുന്നു. അവൾ പേടിച്ച് ആ ഒരു ഡൗൺ സ്റ്റേഴ്സിലേക്ക് പോയി അതിൻ്റെ വാതിലടയ്ക്കുന്നു. ഈ ഒരു സമയം ക്രിസ്റ്റി ഒരു സ്വപ്നം കാണുന്നു. രാക്ഷസ മനുഷ്യർ ഏതിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട്. അവൾ പേടിച്ച് എണീക്കുകയാണ്. ഈ സമയം ഷെരീഫ് പറയുന്നുണ്ട്, പേടിക്കണ്ട, സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന്. ഒക്കെ ആ ഒരു വാൻ കിടന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവരൊക്കെ സേഫായിരിക്കുന്നു എന്നറിഞ്ഞിട്ട് എല്ലാവരും സമാധാനിക്കുകയാണ്. അതിനുശേഷം സാര നദാനോട് ആ കഥ പറയുവാണ്. ഒരു ചെറിയ പെൺകുട്ടി, അവളുടെ കയ്യിൽ ഒരുപാട് പൊട്ടിയ ചില്ലുകളുണ്ടായിരുന്നു. അവൾക്കറിയാം ആ പൊട്ടിയ ചില്ലുകൾ ചേർത്ത് വെച്ചാൽ എന്തോ ഒരു ഉത്തരം കിട്ടുമെന്ന്. അതിനാൽ അവൾ ആ ചില്ലുകൾ ചേർത്ത് വെക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ ആ ചില്ലുകൾ തറച്ച് അവളുടെ കയ്യിൽ ആഴത്തിൽ മുറിവ് പറ്റി. എന്നിട്ടും അവളത് ചേർത്ത് വെച്ചു. ഞാൻ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നു. അതെന്നോട് പറയുന്നത് ആ രാക്ഷസന്മാരാണോ എന്നെനിക്കറിയില്ല. എനിക്ക് അവരെ പോലെ ആകണ്ട. പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഏക മാർഗം ഇതാണെന്ന് പറയുന്നു. ആ സമയത്ത് നദാൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തത്? അപ്പം സാര പറയാണ്, ഞാൻ ആ വാതിൽ തുറന്നു വെച്ചു. കെന്നിയും ഫാദറും ക്രിസ്റ്റിയും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ആ ഒരു സമയം ഹോസ്പിറ്റലിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നതും ആ ഒരു ടാലിസ്മാൻ നിലത്ത് വീണ് കിടക്കുന്നതും
അവർ കാണുവാണ്. അങ്ങനെ അവർ വേഗം അവർ ഡൗൺ സ്റ്റേഴ്സിലേക്ക് പോയി നോക്കുന്നുണ്ട്. ആ സമയം ജീന അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് അവർ കാണുന്നു. അവളുടെ ശരീരത്തിൽ പകുതി മാംസം ഉണ്ടായിരുന്നില്ല. കത്രി കെന്നിയോട് പറയുന്നുണ്ട്, നീ ആദ്യം പോകേണ്ട, ഞാൻ പോയി നോക്കാമെന്ന്. കെന്നി അത് കേൾക്കാതെ അച്ഛനെ പോയി കാണുന്നു. വളരെ ക്രൂരമായി മുറിവേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെ അവൻ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുന്നു. ഈ ഒരു വിഷമത്തിലാണ് കെന്നി അവിടെ മരം വെട്ടിക്കൊണ്ടിരുന്നത്. ഷെരീഫ് അവിടേക്ക് വന്നിട്ട് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. താൻ പുതിയൊരു ചെസ് സെറ്റ് പണിയാനുള്ള മരം മുറിക്കുവാണെന്ന് അവൻ പറയുന്നു. പഴയ ആ ഒരു ചെസ് സെറ്റ് ഉണ്ടല്ലോ, അത് പോളിഷ് ചെയ്യാനതുകൊണ്ട് അത് മുഴുവൻ രക്തത്തിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെസ് സെറ്റ് ഷെരീഫിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. ഇത് ഞാനും അച്ഛനും ഒരുമിച്ചുണ്ടാക്കിയതാണ്, ഇത് മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയതെന്നും അവൻ പറയുന്നു. പിന്നീട് അവൻ ഷെരീഫിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ രാക്ഷസ ജീവികളുണ്ടല്ലോ, അവരൊരിക്കലും ഓടില്ല, അവർ നടക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മൾക്ക് പോയി ഒളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളില്ലെന്ന് അതിനറിയാം. ഷെരീഫ് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് നടന്നു വരുന്നു. അവിടെ സംഭവങ്ങളില്ലാത്ത രാത്രി 96 എന്നെഴുതിയിരിക്കുന്നത് അവൻ മായ്ച്ചു കളയുന്നു. അതിനുശേഷം റൂമിൽ കയറി കെന്നി കൊടുത്ത ആ ഒരു ചെസ്സിൻ്റെ പീസെറ്റ് അവിടെ വെക്കുന്നു. അവൻ്റെ കയ്യിലുള്ള ഒരു കീ ചെയിൻ എടുത്ത് നോക്കുന്നു. അതവന് ആരോ സമ്മാനിച്ചതാണ്. അതിൽ ടു ബോയ്ഡ് എന്നെഴുതിയിരിക്കുന്നു. കോളനി ഹൗസിൽ ജൂലിയെയും മേധനയും കാണിക്കുന്നു. ഇത്തവണ ജൂലി അവന് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. പേടിപ്പെടുത്തുന്നതല്ല, പക്ഷേ കുട്ടി ഏതൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ എന്താണ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് ഏതൻ പറയുന്നു. ആ ഒരു സമയം വെളിയിൽ ഒരു വെള്ള ഷർട്ടും ഒരു കുട്ടി ട്രൗസറും വൈറ്റ് ഷൂസും ധരിച്ച ഒരു ആൺകുട്ടി ഏതിന് കൈവീശി കാണിക്കുന്നു. പക്ഷേ ആ കുട്ടിയെ ഏതിന് മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.